പറമോനെ പറ. ചിറ്റപ്പൻ ഇതുവരെ അറിഞ്ഞൂടാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഉണ്ട്, എനിക്കറിയാം. എന്നെ ഒഴിവാക്കി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കോടനാട് കേസും കൊലപാതകവും അന്വേഷണവും ഒന്നും എനിക്കറിഞ്ഞൂടാ. എന്നോ കേട്ട് മറന്നൊരു കാര്യം. പക്ഷേ ആദ്യം ചേട്ടൻ പറയുന്നു, പല്ലവി പറയുന്നു ഒരേ കാര്യമാണ്. ഞാൻ എങ്ങനെയാണ് ഈ കേസിൽ പ്രതിയാവുന്നത്? എനിക്കെന്താ കൺസ്ട്രക്ഷൻ ഉണ്ടോ, വില്ല പ്രോജക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഞാനെങ്ങനെ ഈ കേസിനകത്ത് വരിക? 10-17 വർഷം മുമ്പ് ചേട്ടൻ ഈ കേസിൽ പ്രതിയായിരുന്നു, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി തെളിയിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ കേട്ടിട്ടുള്ളത്. ഇതൊക്കെ ആൻസി ചെയ്യിക്കുന്നതാ. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ. ശരിയാ ചിറ്റപ്പ, 100% ശരിയാ. ചിറ്റപ്പനാണ് അവളുടെ ശത്രു. കണ്ടില്ലേ അവള് KG സീവനിക്സിൽ സ്വയം പ്രത്യക്ഷപ്പെട്ടത്? ആരെ ആക്രമിക്കാനാ? ചിറ്റപ്പനെ. ചിറ്റപ്പ, ഈ കൺസ്ട്രക്ഷൻ കേസൊക്കെ പണ്ടേ വന്നു പോയതാ. ആ കേസൊക്കെ അങ്ങനെ നടന്നോട്ടെ. പക്ഷേ ചിറ്റപ്പനെ കൂടെ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് അവളുടെ ഐഡിയ. നമ്മളെ മാനസികമായി തകർക്കണം എന്ന് വെച്ചാൽ ചിറ്റപ്പനെ തകർക്കണം. ഈ സിനിമ പ്രോജക്റ്റ് നടക്കരുത്. അത് അവളുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. നിങ്ങൾ സഹോദരങ്ങളെ തമ്മിൽ തെറ്റിക്കണം, അതും അവളുടെ ലക്ഷ്യമാണ്. കണ്ടില്ലേ നമ്മുടെ പല്ലവിയെ തന്നെ അവൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചിറ്റപ്പൻ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടേ പറ്റൂ. ഇല്ലെങ്കിൽ പ്രതിപ്പട്ടിക വരുമ്പോൾ ചിറ്റപ്പൻ്റെ പേരും വരും 1-2 സ്ഥാനത്ത്. അതിലുള്ള നീക്കവാ അവളും ആ KGസും കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മോനെ, അവൾക്ക് അത്ര വാശിയാണെങ്കിൽ നമ്മളെന്തിനാ വിട്ടുകൊടുക്കുന്നേ? നമ്മുടെ വക്കീലൊട്ടും മോശമല്ല, സേതുപതി സാറ് വരട്ടെ. ഇവിടെ എല്ലാരെയും കൂടി അങ്ങ് ജയിലിലാക്കുന്നല്ലേ പല്ലവിയും അവളും അവളുടെ മറ്റവനും കൂടി പറഞ്ഞത്? അത് വെറും സ്വപ്ന, നടക്കത്തില്ല. 10-18 വർഷം എന്റെ ചൂട് പറ്റി കിടന്നിട്ട് അവളുടെ നല്ല പാതി വല്ലവന്മാർക്കോ കൊടുത്ത് എന്നെ നശിപ്പിച്ച്, എന്റെ കുടുംബത്തെ നശിപ്പിച്ച്, എന്റെ മക്കളെ നശിപ്പിക്കാൻ നടക്കുന്നു. എത്ര തവണയായി നിന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അവനെ ഇങ്ങ് വിളിച്ചോണ്ട് വാ. ചിറ്റപ്പ, ആ മോഡലിന്റെ കാര്യമാണ്. ബേബിച്ച, ഞങ്ങളിപ്പോ അവന്റെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്നത്, മറ്റവന്റെ ആ മോഡല്. അത് പറയാനാട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ KGF സീവനിങ്സ് കണ്ടപ്പോഴേ ഞാൻ അങ്ങോട്ട് വിചാരിച്ചു ഇവിടെ എല്ലാരും കുരുങ്ങുന്ന്. പുറത്ത് ഭയങ്കര ചർച്ചേട്ടാ, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങോട്ട് നിറയാ. ഈ ആൻസി വർഗീസിന് ഭയങ്കര സപ്പോർട്ടാട്ടാ. എല്ലാം തുറന്നടിച്ച പെണ്ണിനെ ആരാധകരെ അങ്ങോട്ട് വളരെ കൂടി. നിമിഷങ്ങൾക്കുള്ളില് മൊത്തത്തിൽ അങ്ങോട്ട് ഇളകിയിരിക്കുക. ഗവൺമെന്റും പോലീസും എല്ലാം. ദേ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിംഗ് നടക്ക. ഈ കോടനാട് കേസ് പിന്നെ അന്വേഷണത്തിന് പോണെന്ന്. അപ്പൊ പിന്നെ കൃഷിമോനെ ഇങ്ങനെ നോക്കി നിന്നാൽ ശരിയാവില്ല എന്ന് എനിക്കും തോന്നി. ഞാനേ അവന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. എന്നാ അത് ചെയ്യ്. കൂടെ കിടന്നോ വരുമ്പോ അതോടെ തീരുമല്ലോ അവളുടെ ഇമേജും ആരാധകരും ഒക്കെ. ഋഷിമോനെ, നീ അവനെ കൊണ്ട് ഇതുപോലൊരു സ്റ്റേറ്റ്മെന്റ് കൊടുപ്പിക്കണം. അതോടെ തീരും ഈ KGസും ആ മറ്റുള്ളതും ഒക്കെ. മോനെ ഋഷി, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഇങ്ങോട്ട് വാ.